നമ്മുടെ ആരതി ചേച്ചിയില്ലേ, പണ്ടെന്ത് ബബ്ബിളിയായിരുന്നു, ഇപ്പൊ ഒക്കെ ആകെ വിഷമിച്ച്. എന്താ പറ്റിയ കല്യാണം കഴിഞ്ഞു? നല്ല മിടുക്കി മോളായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് അവിടോട്ട് ചെന്ന് കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടുകാരൊക്കെ നല്ല ആൾക്കാരാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ പയ്യൻ ഭയങ്കര ടോക്സിക് ആണെന്ന്. ആക്ച്വലി അവര് ലവ് മാരേജ് ആയിരുന്നു. ലവ് ആയിരുന്ന സമയത്തൊന്നും മനസ്സിലായില്ല. ആക്ച്വലി ഇയാള് ആരതി എന്തിടണം, എങ്ങോട്ട് നോക്കണം, ആരോട് മിണ്ടണം, ആരോട് മിണ്ടിയാലും പ്രശ്നം, എന്ത് ചെയ്താലും പ്രശ്നം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ പയ്യൻ. അപ്പോൾ ശരിക്കും അഫെയറിൽ ഇരിക്കുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്. അന്നേരം അത് ഭയങ്കര സ്നേഹമായിട്ടാണ് ആരതിക്ക് തോന്നിയത്. മിക്ക പെൺപിള്ളേർക്കും പറ്റുന്ന ഇത് ആരതിക്ക് മാത്രമല്ല. ആ സമയത്ത് അത് ഭയങ്കര ഏട്ടായിട്ട് സ്നേഹമായിട്ട് തോന്നും. പക്ഷെ റിയൽ ലൈഫിലേക്ക് വരുമ്പം ഇത് മാറും. ഇനി 3 നാള് മാരീഡ് ആകുമ്പോൾ, ഇപ്പം നാളെ നിങ്ങളുടെയൊക്കെ കല്യാണ സമയമൊക്കെ ആകുന്ന പ്രായത്തിൽ പെൺകുട്ടികളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും മാരേജ് ചെയ്യുക. നിങ്ങളും ഒക്കെ ലേറ്റ് ആയിട്ടായിരിക്കും മാരേജ് ചെയ്യുക. അപ്പോഴത്തേക്കും ഈ അടിച്ചേൽപ്പിക്കൽ നിൽക്കരുത്. അതായത് ഒരു പെൺകുട്ടിയെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും എന്തിനാ പ്രതീക്ഷിക്കുന്നത്? തിരിച്ചായാലും അങ്ങനെ തന്നെയാണ്. ഈ ആൺകുട്ടികൾ മാത്രമല്ല ടോക്സിക് ആകുന്നത്, ടോക്സിക് ആകുന്ന ഭാര്യമാര്, അതായത് പെൺകുട്ടികളും ഉണ്ട്. സിസ്റ്റേഴ്സിനോട് പോലും മിണ്ടരുത് എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. അതും ടോക്സിക് ആണ്. ഒരു റിലേഷൻഷിപ്പില് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരാൾ ടോക്സിക് ആയി കഴിഞ്ഞാൽ മറ്റേയാളുടെ ജീവിതം ഭയങ്കര പാടായിരിക്കും. അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഈ ടോക്സിക് എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടതിലും തൊട്ടതിലും പിടിച്ചാലും എന്തിടണം, എന്ത് കഴിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ സംസാരിക്കണം എന്ന് തുടങ്ങി അങ്ങ് നീളം ലിസ്റ്റ്. അപ്പൊ എന്റെ പൊന്നുമോൻ ഒരു പാർട്ട്ണറിനോട് ഒരിക്കലും ടോക്സിക് ആവരുത് കേട്ടോ. ഇങ്ങനെ ഇപ്പൊ ആ ചേച്ചി കരഞ്ഞപ്പോ മോന് എന്ത് വിഷമം വന്നു, അതുപോലെയാണ് അതിന്റെ പേരൻസിന് എന്ത് വിഷമം ഉണ്ടാവും. ഇതുപോലെയാണ് ഒരാള് ശരിക്കും ലൈഫിൽ വരുമ്പോ, റിയൽ ലൈഫിൽ വരുമ്പോഴാണ് ആൾക്കാരുടെ സ്വഭാവം അറിയുന്നത്. അപ്പം നെവർ ബി ടോക്സിക് ടു യുവർ പാർട്ട്ണർ. ഓക്കെ.